നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 10/2/26 നിഫ്റ്റി 68 പോയിന്റ് ഉയർന്ന് 25,935 ക്ലോസ് ചെയ്തു. പക്ഷെ നമുക്കറിയാം, വലിയ ദൂരമൊന്നും നിഫ്റ്റി ഇന്ന് ട്രേഡിംഗ് ടൈമിൽ യാത്ര ചെയ്തിട്ടില്ല. വളരെയധികം പരിമിതമായ ഒരു റേഞ്ചിനകത്താണ് നിഫ്റ്റി ഇന്ന് ട്രേഡ് ചെയ്തത്. സംഭവത്രേ ഉള്ളൂ, മാർക്കറ്റ് പ്ലസ് ആണ്. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ അഡ്വാൻസ് കൂടുതലും ഡിക്ലൈൻ കുറവുമാണ്. എന്നാൽ അതേസമയം ഇൻഡെക്സിന് മുന്നോട്ട് മൂവ് ചെയ്യാൻ ആവശ്യമായ കരുത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെയും പ്രത്യേകത. ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു. ഇന്നും അതിന് സമാനമായ രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഒരു പെർഫെക്റ്റ് റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആയിരുന്നു ഇന്നും. തത്വത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, 25,900 മുകളിൽ ക്ലോസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു ബുള്ളിഷ് സൈഡ് പിടിക്കാനുള്ള സാധ്യതകൾ പതിയെ ഏറി വരുന്നു എന്നും മാത്രമേ ഇന്നത്തെ മാർക്കറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഇന്ന് മാർക്കറ്റ് എവിടെയും പോകാതെ അവിടെ തന്നെ ചുറ്റിപ്പറ്റി കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ ലൂസേഴ്സ് ലിസ്റ്റിൽ HCL ടെക്, ബജാജ് ഫിനാൻസ്, ഡോക്ടർ റെഡ്ഡി, ശ്രീറാം ഫിനാൻസ്, ഭാരതി എയർടെൽ അടക്കമുള്ള വമ്പൻ കമ്പനികൾ ലൂസേഴ്സ് ലിസ്റ്റിലുണ്ട്. ഗെയിനേഴ്സ് ലിസ്റ്റിൽ എറ്റേണൽ, ടാറ്റ സ്റ്റീൽ, ONGC, M&M, ബജാജ് ഓട്ടോ തുടങ്ങിയ ധാരാളം കമ്പനികളും ഉണ്ട്. അപ്പൊ ടോപ്പ് 5 ലൂസേഴ്സും ടോപ്പ് 5 ഗെയിനേഴ്സിന്റെയും പേരുകളാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തത്. നേരത്തെ പറഞ്ഞതുപോലെ വലിയ മൂവ്മെന്റ് ഒന്നുമില്ലാത്ത ശാന്തമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഏതോ ഒരു ദിശയിലേക്കുള്ള ഒരു വലിയ മൂവിന് മാർക്കറ്റ് കാത്തിരിക്കുന്നത് പോലെ ശാന്തമായ ഒരു ദിവസം. നമ്മൾ സാധാരണ പറയാറില്ലേ, ഒരു ശാന്തമായ കടൽ പോലെ. വലിയ തിരമാലകളൊന്നുമില്ല, എന്നാൽ വെള്ളം മൂവ് ചെയ്യുന്നുണ്ട്. അതിന് സമാനമായ രൂപത്തിലായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്. നേരത്തെ പറഞ്ഞതുപോലെ നിഫ്റ്റി ഒരു സ്ട്രോങ് ലെവലിൽ ക്ലോസ് ചെയ്തത് നാളേക്കുള്ള ഒരു നല്ല സൈനായിട്ട് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. എന്നാൽ അതേസമയം തന്നെ വലിയ തോതിലുള്ള ഒരു ജമ്പ്, ഒരു കുതിപ്പ് മാർക്കറ്റിൽ ഇന്നും ഉണ്ടായിരുന്നില്ല. മാർക്കറ്റ് ഡിസിഷൻ എടുക്കാനുള്ള ഒരു മൂഡിൽ തന്നെയാണ് ഇന്നും തുടരുന്നത്. ധാരാളം സ്റ്റോക്സ് മുകളിലേക്ക് പോയി, ധാരാളം സ്റ്റോക്സ് താഴേക്ക് പോയി. അറിയാം, മുകളിലേക്ക് പോയ സ്റ്റോക്കുകളാണ് കൂടുതൽ. പക്ഷേ അത് മാർക്കറ്റിന്റെ ഹെൽത്തിനെ കാണിക്കുന്നുവെങ്കിൽ പോലും ഇൻഡെക്സ് ടോട്ടലി മുകളിലേക്ക് പോകാനുള്ള സമയം ഇന്നത്തെ ട്രേഡിലും ആയിട്ടില്ല എന്ന് തന്നെയാണ് മാർക്കറ്റ് ഡാറ്റ നമ്മളോട് പറയുന്നത്. കാരണം ഇൻഡെക്സ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തിട്ടേയില്ല. വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് പറയുന്ന ഒരു മൂഡിലാണ് മാർക്കറ്റ് എന്ന് വേണം കരുതാൻ. നമുക്കറിയാം, മാർക്കറ്റിൽ എല്ലാ സെക്ടറുകളും ഒരുപോലെ പെർഫോം ചെയ്യുന്നുമില്ല. സെക്ടറുകളിൽ ചില കമ്പനികൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, പിന്നീട് വേറെ ചില സെക്ടറുകൾ പെർഫോം ചെയ്യുന്നു. അങ്ങനെ സെക്ടർ റൊട്ടേഷൻ വളരെ കൃത്യമായിട്ട് നടക്കുന്ന ദിവസങ്ങളാണ് കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. ഇന്ന് ബാങ്കിങ് സ്റ്റോക്സിലൊക്കെ തന്നെ അത്യാവശ്യം നന്നായിട്ടുള്ള സ്ട്രോങ് ഒരു മൂഡ് ഉണ്ടായിരുന്നു. IT, FMCG പോലെയുള്ളതൊക്കെ കമ്പാരിറ്റീവ്ലി കാമായിട്ടുള്ള ഒരു മൂഡിലായിരുന്നു. ഒരു സെക്ടർ റൊട്ടേഷൻ കൃത്യമായിട്ട് നടക്കുന്നു എന്ന് വേണം ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെയുള്ള ഡാറ്റകൾ നമ്മളോട് പറയുന്നത്. ബിഗിനേഴ്സ് ആയ ഒരാളാണ് നിങ്ങളെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ടോപ്പ് ഗെയിനേഴ്സിലുള്ള ലിസ്റ്റ് കണ്ടാൽ, ആ ലിസ്റ്റിലുള്ള സ്റ്റോക്സ് കണ്ടാൽ ചാടിക്കേറി എടുക്കാനുള്ള ഒരു പ്രവണത ഒരുപക്ഷെ ഉണ്ടായേക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഓൾറെഡി അപ്പ് പോയ സ്റ്റോക്ക് ചേസ് ചെയ്യാൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. മാർക്കറ്റ് നമ്മുടെ ഇമോഷനൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിസിപ്ലിൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നന്നായിട്ട് ഡിസിപ്ലിൻ പഠിക്കാൻ പറ്റുന്ന ദിവസങ്ങളാണ് ഇന്നലെയും ഇന്നും മാർക്കറ്റ് നമുക്ക് നൽകിയത്.
അതുപോലെ തന്നെ ഓപ്ഷൻ ചെയിനും നമ്മളോട് പറയുന്നത് ഇന്നലെ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ്. മാർക്കറ്റ് മുകളിലേക്ക് അധികം പോകാൻ സാധ്യതയില്ല, താഴേക്ക് പോകാനും സാധ്യതയില്ല. ഇൻ ബിറ്റ്വീൻ, അതിനിടയിൽ മാർക്കറ്റ് കൺസോളിഡേഷൻ ചെയ്യും എന്നാണ് കോൾ റൈറ്റേഴ്സും പുട്ട് റൈറ്റേഴ്സും അവരുടെ ഡാറ്റകൾ നമ്മളോട് പറയുന്നത്. നമുക്കറിയാം, ഇത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷമുള്ള ഡാറ്റകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും ഈ ഡാറ്റകളിൽ വ്യത്യാസം വരും. സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് മാർക്കറ്റ് മുകളിലേക്കോ താഴേക്കോ ഒക്കെ പോയേക്കാം. ഇറ്റ്സ് ഡിപ്പെൻഡ്സ്. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ടിന്റെ ബ്രേക്കിംഗ്, അതുപോലെ തന്നെ റെസിസ്റ്റൻസിന്റെ ബ്രേക്കിംഗ്, അതാണ് മാർക്കറ്റിനെ മുകളിലേക്കോ താഴേക്കോ കൊണ്ടുപോവുക. എന്തായാലും മുകളിലേക്കാണെങ്കിലും താഴേക്കാണെങ്കിലും ആ ലെവലുകൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വോളിയം കൂടി അതിന്റെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഒപ്പം നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് തന്നെ ഉണ്ടാകുന്ന മൂവ് പലപ്പോഴും ഒരു റിയൽ മൂവ് ആകാറില്ല എന്ന് മനസ്സിലാക്കുക. വളരെ പെട്ടെന്ന് എൻട്രി ചെയ്യണമെന്ന വാശി, സ്റ്റോപ്പ് ലോസ് വെക്കാതിരിക്കുക പോലെയുള്ള മണ്ടത്തരങ്ങൾ നമുക്ക് സംഭവിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം. ബെറ്റർ അപ്രോച്ച് എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, നമ്മുടെ ഡയറക്ഷനിലേക്കും നമ്മുടെ താളത്തിലേക്കും മാർക്കറ്റ് വന്നാൽ അവിടെ വെച്ച് എൻ്റർ ചെയ്യുക, നമ്മുടെ സെറ്റപ്പിലേക്ക് വന്നാൽ അവിടെ വെച്ച് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായ മെത്തേഡ്. നാളെ പ്രത്യേകം മനസ്സിലാക്കുക, ഗസ് വർക്ക് ചെയ്യാനോ ഓവർ ട്രേഡ് ചെയ്യാനോ ഒന്നും നിൽക്കരുത്. വളരെ സ്മോൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി മാത്രം ചെയ്യുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായൊരു ഡയറക്ഷൻ മാർക്കറ്റിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. പേഷ്യൻസും ഡിസിപ്ലിനും ഒബ്സർവേഷനും ഒക്കെയാണ് മാർക്കറ്റിൽ നമ്മളെ വിജയിക്കാനായിട്ട് സഹായിക്കുക. അത് ന്യൂ കമർ ആണെങ്കിലും ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിലും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അതാണ്. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ നിഫ്റ്റിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ലെവലുകൾ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട്. ഈ ലെവലുകൾ സപ്പോർട്ടായോ റെസിസ്റ്റൻസ് ആയോ ആക്ട് ചെയ്യപ്പെട്ടേക്കാം. തീർച്ചയായും ഈ ലെവലുകളിൽ നല്ല ട്രേഡുകൾ എടുക്കാനും വിജയിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും പ്രത്യേകം നന്ദി. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.